മൂന്നാറിൽ നിന്ന് തിരിച്ച് നമ്മൾ ചെക്കൗട്ടായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഇതാണ്. സോനുവും നന്ദുവൊക്കെ ആദ്യമേ നടന്ന്, നന്ദുവിനാണെങ്കിൽ പേടിയാണെന്ന് പോലും. ഞാൻ പിന്നെ ഓർത്ത് പുറകിന് ഞാനുണ്ട്, വീണ് കഴിഞ്ഞാൽ സോനു പിടിക്കും. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് തിരിച്ച് വരാൻ തോന്നിയതേ ഇല്ല, അത്രയും അടിപൊളിയായിരുന്നു ആ യാത്ര. നന്ദു ആണെങ്കിൽ തിരിച്ച് വരുന്നതിൻ്റെ വിഷമത്തിൽ ഞാൻ ഫോട്ടോയും വീഡിയോ എടുക്കുന്നതിൻ്റെ വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ അതോ ഇഞ്ചി കടിച്ച മങ്കിയെ പോലെ കുരങ്ങിനെ പോലെ ഉണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ തന്നെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഓരോ വിഷമമാണ്. ആ വഴിയാണ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചത്. കാരണം നമുക്ക് ആ വഴി വരുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, മറ്റേത് ഒരുപാട് കറക്കമാണ്. ഈ വഴി വരുവാണെങ്കിൽ നമുക്ക് വാഗമണ്ണ് ഒക്കെ ടച്ച് ചെയ്ത് നമുക്ക് വരാൻ പറ്റും. അത് കിടിലം സ്പോട്ടുമാണ്, നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. തിരിച്ച് വന്നപ്പോൾ നമ്മുടെ പ്രകൃതി ഭംഗി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. കാരണം അവിടുന്ന് നമുക്ക് തിരിച്ചു പോരാനേ തോന്നിയില്ല. കണ്ടില്ലേ, ഇത്രയും ഭംഗിയുള്ള സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ടോ? ഞാൻ പോയതിൽ വെച്ചിട്ട് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല, അത്രയും അടിപൊളി. പക്ഷെ മൂന്നാറിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ നീറ്റ്. വേറെ ഒരിടത്തും ഇത്രയും നീറ്റ് ഞാൻ കണ്ടിട്ടില്ല. വേസ്റ്റ് ഇടുവാട്ടെ, അതുപോലെ തന്നെ സ്മെല്ലാട്ടെ, അങ്ങനെ ഒരു കാര്യമില്ല. അത്രയും വൃത്തിയായിട്ടാണ് ഇവർ ഇത്രയും ഇത് കൊണ്ട് നടക്കുന്നത്. എല്ലാവരും മൂന്നാറിനെ ഇടയ്ക്ക് റീൽസിലൊക്കെ ഞാനിങ്ങനെ മോശമെന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, നമ്മുടെ മൂന്നാർ പോലൊരു വൃത്തി എൻ്റെ നാട് ആലപ്പുഴ ഇവിടെ പോലും ഇല്ല. അവിടുത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല പാറക്കെട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ശുദ്ധജലം. നമ്മുടെ ഇവിടുന്ന് വല്ല വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? ഉള്ള അഴുക്കും പ്ലാസ്റ്റിക്കോ അതും ഇതും എല്ലാം നിറഞ്ഞാണ്. പക്ഷെ മൂന്നാർ ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് അവരോട് ഒരുപാട് നന്ദിയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം അത്രയും നല്ലതായിരുന്നു. ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇത് നമ്മുടെ വാഗമൺ ഇറങ്ങുന്ന ഒരു സ്ഥലത്തോട്ട് വരുന്നപ്പോൾ ഉള്ള കോട കണ്ടില്ലേ, പിന്നെ മഞ്ഞ് വീഴ്ച മക്കളെ ഇവിടെ എന്തോരം മഞ്ഞായിരുന്നു. മഞ്ഞിലൊക്കെ ഇറങ്ങി ഞാൻ പിന്നെ വണ്ടി സൈഡ് ഒതുക്കി. പിന്നെ അല്ല ഇത്രയും മഞ്ഞ് ഈ കോടയ്ക്കകത്തൊക്കെ ഇറങ്ങിയില്ലേ പിന്നെ എന്തുവാ, ലൈഫ് ഒന്നേ ഉള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എന്തോ കാണാനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് വരെ തോന്നിപ്പോയി. കാരണം അത്രയും രസമായിരുന്നേ കേട്ടോ. അപ്പം തന്നെ നമ്മൾ 4 ദിവസത്തോളം ആയില്ലേ, പിന്നെയും നമ്മൾ അത്രയും ദിവസം നിൽക്കേണ്ടെന്നോർത്താണ് വേഗം തിരിച്ച് വന്നത്. പിന്നെ നമ്മൾ പോയപ്പോഴെല്ലാം ടൂറിസ്റ്റുകൾ ഇങ്ങനെ വണ്ടി ഒതുക്കി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. ഇതൊരു വെള്ളച്ചാട്ടമാണേ, നല്ല രസമാണ്. നമുക്ക് ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി, ഇങ്ങനെ വണ്ടി ഒതുക്കിയില്ല തിരക്ക് കാരണം, പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത്, പക്ഷേ സ്ലോ ചെയ്ത് പാസ് ചെയ്ത് ഇങ്ങനെ. നിങ്ങൾ ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഈ വഴി തന്നെ വരുക. കാരണം മറ്റേ അടിമാലി വഴി വരുന്നത് ഒന്നും കാണാനില്ല. ജസ്റ്റ് ഇടയ്ക്ക് ഒരു കാടിനകത്തൂടെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ടില്ലേ, കാടിനകത്തൂടെയും പിന്നെ റോഡ് പണിയും കാര്യങ്ങളും അല്ല. ഇവിടെ അങ്ങനെയുള്ള ഒന്നുമില്ല, നല്ല റോഡും തിരക്കേ ഇല്ല. ഇടയ്ക്ക് കോട, മഞ്ഞ്, കാട് ഇതെല്ലാം കണ്ട് തിരിച്ചു വരാം. ഇടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ മാങ്ങ ഉപ്പും മുളകും കൂടെ തേച്ചത് മേടിച്ച് തന്ന് ഞാനതിങ്ങനെ കഴിച്ച് ആസ്വദിച്ച് കഴിച്ച്. ഇവിടെ വന്നാൽ എപ്പോഴും ചൂടോടെ കിട്ടുന്ന ഒരേ ഒരു സാധനം മാഗിയാണെന്ന് എനിക്ക് മനസ്സിലായി, ബ്രെഡ് ഓംപ്ലേറ്റും. അത് പിന്നെ മേടിച്ചില്ല. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വന്നപ്പോൾ കണ്ടില്ലേ, ഏലപ്പാറ വഴിയാണ് വന്നത്. ആ ഏലപ്പാറയിലാണ് ഫുൾ ഏലക്കാത്തോട്ടം, ഫുൾ ഏലക്കയാണ്. ആ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം ഏലക്കയാണ് നിൽക്കുന്നത്. അതും ഏലക്ക ആയിട്ട് നിൽക്കുവാണ് ഏലപ്പാറയിൽ. നമ്മളൊരു പാട്ടിനതൊക്കെ കേട്ടിട്ടുള്ളതുപോലെ തന്നെ സത്യമാണ്, ഏലപ്പാറയിൽ ഏലക്കയാണ്. എല്ലാ ഏലക്ക ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന, നമ്മൾ പിച്ച് വിൽക്കുന്ന ഒരു പരുവം കണ്ടില്ലേ ഏലക്ക നിൽക്കുന്നത്. നിങ്ങൾ ഏലത്തോട്ടമൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാനിത് ഫസ്റ്റ് ടൈം ആ ലൈഫിൽ കാണുന്നത് ഏലത്തോട്ടം. ഏലത്തോട്ടം കണ്ടപ്പോൾ സൈഡ് ഒതുക്കണവും ഏലക്കോ പറിക്കണമെന്നൊക്കെ മനസ്സിൽ തോന്നും, പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഉടമസ്ഥർ വന്ന് നമ്മളെ കുത്തിന് പിടിക്കും. അതുകൊണ്ട് നമ്മൾ പറിക്കാനൊന്നും നിന്നില്ല. ആ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് പോയി. അത് ഫുൾ ഏലത്തോട്ടവും പിന്നെ കാടുകളും മാത്രമാണ്. തിരിച്ച് നമ്മൾ അവിടെ ഒരു ചെറു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. നന്ദു കയ്യിലിരുന്നങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോസ് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇതുവഴി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വാവരപ്പള്ളി ആ ഒരു സൈഡൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഫുൾ അയ്യപ്പന്മാരായിരുന്നേ. അയ്യപ്പന്മാരും ഡാൻസും അത് നല്ല നമ്മുടെ ഈ സമയമായതുകൊണ്ട് ഈ അയ്യപ്പന്മാരത് നമ്മുടെ മലയാളീസ് അല്ല, ബാക്കി എല്ലായിടത്തു നിന്നും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ പാട്ടും ഡാൻസും അതെല്ലാം നമ്മൾ കണ്ടാണ് വന്നത്. കണ്ടില്ലേ, ഇതെന്താണെന്ന് മനസ്സിലായില്ലേ, ഈ തലയിൽ എന്തോ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. അതിങ്ങനെ
ഇങ്ങനെ അവിടുത്തെ ഇനി എന്തെങ്കിലും ആണോ എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാവുന്നവർ കമൻറ്റ് ചെയ്ത് കേട്ടോ. എന്താണ് ഈ ശബരിമലയിൽ പോകുന്നവർ തലയിൽ ഇരുമുടിക്കെട്ട് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങാണ്ടൊരു കുടം പോലെ അതിനകത്ത് കുറേ പൂക്കളും അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമായിരുന്നു. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനതിങ്ങനെ കുറേ നേരം നോക്കി എന്താണെന്ന്. പക്ഷേ നമുക്ക് ചോദിക്കാനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചോദിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. അവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മല ഇറങ്ങുന്ന സമയത്ത് ഇടയ്ക്കൊരു ആക്സിഡൻറ്റ് കണ്ടേ. ഒരു കാറും ലോറിയും കൂടെ കൂട്ടിയിടിച്ച് അത് വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ അപ്പുറത്തെ സൈഡിലോട്ട് മറിയാഞ്ഞ കാര്യമായി. മറിഞ്ഞിരുന്നെങ്കിൽ ഇത് പറ്റിപ്പോയതിനല്ലേ. എത്രയോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. പെട്ടെന്ന് വന്ന് ഞാനിങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അവരോട്. പുറയിലിരുന്ന് നമ്മൾ സൂക്ഷിച്ച് പോകണം. നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നന്ദുവാണെങ്കിൽ സോനു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാട് തിരിച്ച് നമ്മുടെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മൂന്നാറ് പോയി സെറ്റിലായാലോ എന്ന് വരെ ഈ നാടിൻ്റെ ഭംഗി കാരണം ഞാൻ ആലോചിച്ചു. തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാമല്ലോ നമ്മുടെ വാഗമൺ റൂട്ടെല്ലാം. വാഗമണ്ണും ഇതുപോലെ തന്നെ തേയിലത്തോട്ടം എല്ലാം ഉണ്ട്. അതെല്ലാം ഞങ്ങൾ കണ്ട് തിരിച്ചാണ് നമ്മുടെ കോട്ടയം വഴിയല്ല വന്നത്, നമ്മുടെ പത്തനംതിട്ട ആ റൂട്ടാണ് വന്നിട്ടോ. വാഗമണ്ണിൽ നിന്ന് നേരെ പത്തനംതിട്ട റോഡാണ് ഞങ്ങൾ ഇറങ്ങിയത്. പത്തനംതിട്ടയിൽ വന്ന് പിന്നെ പന്തളം വന്ന് അങ്ങനെയാണ് നമ്മൾ വീട്ടിലോട്ട് എത്തിയത്. ഇത് പത്തനംതിട്ട ആ ഭാഗമാണ്, അവിടെ എവിടെയോ ഒരു ഭാഗമാണ്. ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. എങ്ങനെയെങ്കിലും ഇനി എന്നാണ് നമ്മൾ തിരിച്ച് മൂന്നാർ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്ത് ഒരു 3-4 ദിവസം സ്റ്റേ ചെയ്തു. അത്യാവശ്യം അവിടെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നിടമെല്ലാം കവർ ചെയ്തു. അതിനകത്ത് കുടുക്കുമലയോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ നന്ദപ്പനുള്ളതുകൊണ്ടാണ്. കാരണം അത് റിസ്ക് ഏരിയയാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടം നമ്മളായിട്ട് വിളിച്ച് വരുത്തും. അതുകൊണ്ട് കുട്ടികളുള്ളവർ ഒരിക്കലും പോകരുത്. നമ്മൾ സിംഗിളായിട്ടോ അല്ലെ കപ്പിൾസായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ പോക്കോ. പക്ഷെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകരുത്. നമുക്കത് ഭയങ്കര ടെൻഷനുള്ള ഒരു സ്ഥലമാണ്. അതൊഴികെ നമ്മൾ വട്ടവട ബാക്കിയുള്ള സ്ഥലങ്ങൾ, സ്ട്രോബെറി തോട്ടങ്ങൾ, പിന്നെ അവിടുത്തെ ഫാമുകൾ അവിടെ എല്ലാം, പിന്നെ തേയിലത്തോട്ടം, പിന്നെ അതുപോലെ തന്നെ തേയില ഫാക്ടറി ഉണ്ട്. അത് നമ്മൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഭാഗം കേട്ടോ. അവിടെയും കണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ മൊത്തം അയ്യപ്പന്മാരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് നടന്ന് പോലീസുകാരൊക്കെ കണ്ടില്ലേ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവർക്ക്. ഈ അയ്യപ്പന്മാരുടെ ഇതിലൊക്കെ ഡ്യൂട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ അവരോട് സൊള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് ആ അടൂർ ഭാഗത്തു നിന്നും പത്തനംതിട്ട ഭാഗത്തു നിന്നുമൊക്കെ നടന്നാണ് അയ്യപ്പന്മാർ എരുമേലി അങ്ങനെ കയറാൻ വന്നത്. നമ്മൾ എരുമേലി ഭാഗത്തു നിന്ന് പത്തനംതിട്ട ഈ റോഡ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ മൂന്നാർ പോകുന്നവരാണെങ്കിൽ ഈ റോഡ് വഴി നമ്മൾ ഒരു വട്ടം യാത്ര ചെയ്താൽ നമ്മൾ പിന്നെ ഇതുവഴി മാത്രമേ യാത്ര ചെയ്യത്തുള്ളൂ. അത്രയും അടിപൊളിയായിരുന്നു ഈ വഴികൾ. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ടില്ല, ആ പള്ളിയിൽ അവിടുന്ന് കുറേ മാറിയിട്ടായാലും ആ മല ചുറ്റി ഇറങ്ങി കഴിഞ്ഞും ഇതുപോലെ അയ്യപ്പന്മാരാണ്. ഇത്രയും തിരക്കായിരുന്നു അയ്യപ്പന്മാരുടെ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടുള്ള റോഡ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടെത്താറാകുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമമൊക്കെ തോന്നും. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ പൈനാപ്പിൾ സീസൺ ആയിരുന്നേ. പൈനാപ്പിളിന് നല്ല വിലക്കുറവുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേടിച്ചില്ല. നമ്മളിങ്ങനെ കണ്ടു വന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഇനി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു. ദാണ്ട എൻ്റെ നാടെത്തി. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായയും കുടിച്ച് ദാണ്ട വീടെത്താറായി.